നമ്മൾ ഈ പറഞ്ഞ നോട്ടിനകത്ത് നമ്മൾ മൊഡ്യൂൾ 2-ലെ ഒരു വേറെ ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് നോക്കി. ഇനിയിപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയായിട്ട് കെമിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് നിങ്ങൾ ആ നോട്ട് വായിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ടേംസ്, ടർബിഡിറ്റി, കളർ, ടെമ്പറേച്ചർ, കണ്ടക്ടിവിറ്റി, ടേസ്റ്റ് ആൻഡ് ഓർഡറൊക്കെ നമ്മൾ കേട്ടായിരുന്നു. ഓരോന്നിനും ഓരോരോ മെഷർമെൻറ്റ്സും മെഷറിങ് ടെക്നിക്സും വാല്യൂസൊക്കെ ഉണ്ട്. പെർമിസിബിൾ ലിമിറ്റ്സ് വ്യത്യാസമാണ്. സോ അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ അത് നോക്കുക. ഈ കെമിക്കലിനകത്തും ഡേറ്റ കുറച്ച് കൂടുതലാണ്. സോ ഒരു PDF ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ലൈവ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ നോട്ട് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, കെമിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ നമുക്ക് ഫിസിക്കലിനകത്ത് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ടേംസ് ആണ്. അതൊക്കെയാണ് ടോട്ടൽ സോളിഡ്സ്, pH, ആൽക്കലൈനിറ്റി, ഹാർഡ്നെസ്, പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കെമിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ടോട്ടൽ സോളിഡ്സ്. ടോട്ടൽ സോളിഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സസ്പെൻഡഡ് ആൻഡ് ഡിസോൾവ്ഡ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വാട്ടറിനകത്ത് എന്തെങ്കിലും സോളിഡ്സ് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ ഒരു വാല്യൂ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ളൊരു മെത്തഡാണ്. അതിൻ്റെ ഒരു കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു മെത്തഡ് ആദ്യം പറഞ്ഞേക്കുന്നത്. നമുക്ക് വി ഹാവ് എ ബീക്കർ, ഒരു ഫ്രീ ബീക്കർ ഉണ്ട്. അതിൻ്റെ വെയിറ്റ് W1 ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന വാട്ടറിൻ്റെ കുറച്ച് ഒഴിക്കുക. VmL ഓഫ് വാട്ടർ സാമ്പിൾ നമ്മൾ ഒഴിച്ചു. അതിനെ ഹീറ്റ് ചെയ്യുക 105 തൊട്ട് 110 5-6 മണിക്കൂറിലേക്ക്. ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ബാക്കി വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ബാക്കിയുണ്ടെങ്കിൽ ആ പറഞ്ഞ വെയിറ്റാണ് W2. അപ്പോൾ MT വെയിറ്റിൻ്റെ W1-ഉം MT വെയിറ്റ് പ്ലസ് വരുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് ബാക്കിയുള്ള W2 വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സോളിഡ്സിൻ്റെ ഇക്വേഷൻ വെച്ചാൽ TSL ടോട്ടൽ സോളിഡ്സ് W2 മൈനസ് W1/V. അതാണ് നമ്മുടെ ടോട്ടൽ സോളിഡ്സിൻ്റെ ഇക്വേഷൻ പറയുന്നത്. മെഷർമെൻറ്റ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ യൂണിറ്റ് തന്നെ മില്ലിഗ്രാം പെർ ലിറ്റർ അല്ലെങ്കിൽ PPM. രണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്. ഓക്കെ, പിന്നെ ഇപ്പം നമുക്ക് ടോട്ടൽ സോളിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഡഡും ഉണ്ട്, ഡിസോൾവ് സോളിഡ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ടേക്ക് എ ഫിൽറ്റർ പേപ്പർ. നമ്മൾ അതിനകത്തേക്ക് ഈ പറഞ്ഞ VmL ഓഫ് വാട്ടർ സാമ്പിൾ നമ്മൾ ഒഴിക്കും. എന്നിട്ട് ഇനീഷ്യൽ വെയിറ്റ് ഓഫ് ഫിൽറ്റർ പേപ്പർ നമ്മൾ W1-ഉം നമ്മൾ സാമ്പിൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ പേപ്പറിൻ്റെ വെയിറ്റും ബാക്കി എന്തെങ്കിലും സാമ്പിൾ സസ്പെൻഡഡ് സോൾഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് W2. അപ്പോൾ സസ്പെൻഡഡ് സോൾഡ്സ് ഇസിക്കൽ W2 മൈനസ് W1/V. അപ്പം അങ്ങനെ നമുക്ക് ഈ രണ്ട് പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടോട്ടൽ സോൾഡ്സിൻ്റെ വാല്യൂ, രണ്ട് സസ്പെൻഡഡ് സോൾഡ്സിൻ്റെ വാല്യൂ. അപ്പം നമുക്ക് മറ്റേ ഇക്വേഷനിൽ നിന്നും ഡിസോൾവ് സോൾഡ്സിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മൈനസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ് സോൾഡ്സിൻ്റെ വാല്യൂ 500-നും 1000-നും ഇടയ്ക്കായിരിക്കണം. ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ TDS വാല്യൂ, ടോട്ടൽ ഡിസോൾവ് സോൾഡ്സിൻ്റെ വാല്യൂ 500-നും 1000-നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം ആണ് pH. pH നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്. എൻവയോൺമെൻറ്റിനകത്ത് അതിൻ്റെ കുറച്ച് ഇക്വേഷൻ രീതിയൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വരുന്ന മൊഡ്യൂൾസിലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. തൽക്കാലത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. pH ഇസിക്കൽ ടു ലോഗരിതം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ മൈനസ് log 10 H+. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്ററും POH എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് log 10 ബേസ് OH-, അതായത് ഹൈഡ്രോക്സിൽ അയൺ കോൺസെൻട്രേഷൻ. അതായത് ഇതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ pH പ്ലസ് POHൻ്റെ വാല്യൂ 14 ആയിരിക്കും. അല്ലെങ്കിൽ H++ ഇൻറ്റു OH- വാല്യൂ 10⁻⁻14 ആണ്. ഗേറ്റ് പോലത്തെ എക്സാംസിന് ഇങ്ങനെ തിരിച്ചും മറിച്ചും തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് pH വെച്ച് നമുക്ക് അതിനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ട്, അസിഡിറ്റി ഉണ്ട്, ആൽക്കലിനിറ്റിയും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന സ്കെയിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. 0 to 14, അതായത് 0 to 7 ആണെങ്കിൽ അസിഡിക്ക്, 7 pH ആണെങ്കിൽ ന്യൂട്രല്, 7 to 14 ആണെങ്കിൽ ബേസിക്ക്. ഇങ്ങനെയാണ് ഒരു pH വെച്ച് നമ്മൾ വാട്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതിൻ്റെ നേച്ചർ. പിന്നെ pH 4 കുറവാണെങ്കിൽ സോർ ടേസ്റ്റും pH 4 കൂടുതലാണെങ്കിൽ ബിറ്റർ ടേസ്റ്റും അങ്ങനെ ചിലപ്പോൾ പറയാറുണ്ട്. പിന്നെ
ഇനിയിപ്പം പി എച്ച് ഇൻ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ കൂടുവാണെങ്കിൽ പി എച്ച് കുറയും. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നിന്ന് മനസ്സിലാവും പി എച്ച് ഇസിക്വൽ ടു മൈനസ് അല്ലെങ്കിൽ റെസിപ്രോക്കലാണ്. സോ എച്ച് പ്ലസ് അയൺസ് കൂടുമ്പോഴത്തേനും പി എച്ച് കുറയും. പിന്നെ ഈ പറഞ്ഞ ആസിഡിറ്റി കണ്ടന്റ് കൂടുന്ന വാട്ടർ കണ്ടന്റ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് കൊണ്ടുവന്ന പൈപ്പിനൊക്കെ കൊറോഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു കേസാണ്. ഇനിയിപ്പം പി എച്ചിൻ്റെ ആൽക്കലൈനിറ്റി കണ്ടന്റിനെ പറ്റി നമുക്ക് വരുന്ന അടുത്ത പോയിന്റ് ആൽക്കലൈനിറ്റിയാണ്. അപ്പോൾ അതിൽ പറയാം. പിന്നെ പെർമിസിബിൾ ലിമിറ്റ് പി എച്ചിൻ്റെ വാല്യൂ 6.6 to 8.5 ആണ്. അത് മെഷർ ചെയ്യുന്ന ഇത് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പിന്നെ വേറൊരു മെത്തേഡാണ് യൂസിങ് കളർ ഇൻഡിക്കേറ്റേഴ്സ് കേസാണ്. അതായത് ഡൈ ആണ്. ഇൻഡിക്കേറ്ററിൻ്റെ പേര് രണ്ടെണ്ണം മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലീനുമാണ്. ഓരോന്നിന് പി എച്ച് റേഞ്ച് ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ഒറിജിനൽ കളറും ഈ നമ്മുടെ സൊല്യൂഷൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും എങ്ങോട്ടേക്ക് മാറുന്നു, ഫൈനൽ കളർ പ്രൊഡ്യൂസ്ഡ് ആ പറഞ്ഞ ഇൻഡിക്കേറ്ററിൻ്റെ. അങ്ങനെ നമുക്ക് പി എച്ച് വാല്യൂ ഓഫ് എ ഗിവൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വേറെ മെത്തേഡാണ്. സോ ആദ്യത്തെ നമ്മൾ പഠിച്ച് ടോട്ടൽ ഡിസോൾവ് സോൾസ് ടി ഡി എസ്, സെക്കൻഡ് വൺ പി എച്ച്. ഈക്വേഷൻസും ഈ ടേംസൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഓരോന്നിനും പെർമിസിബിൾ ലിമിറ്റും മാക്സിമം ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ തേർഡ് ഒരു ക്രൈറ്റീരിയ ആണ് നമ്മുടെ ആൽക്കലൈനിറ്റി. Alkalinity, it is defined as a quantity of ions in water that will react to neutralize hydrogen ions. അതായത് വാട്ടറിന് അബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ളൊരു അബിലിറ്റിയാണ് ഈ പറഞ്ഞ ആൽക്കലൈനിറ്റി മെഷർ എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇതിനകത്ത് മെയിനായിട്ട് ആലോചിക്കേണ്ട 3 കേസാണ്. ആൽക്കലൈനിറ്റി കോസ് ചെയ്യുന്ന 3 കാരണങ്ങളാണ്. ഒന്ന് CO3 അതിൻ്റെ പേരാണ്. ആ CO3 വെച്ച് ഉണ്ടാകുന്നതിൻ്റെ ആൽക്കലൈനിറ്റിയുടെ പേരാണ് കാർബണേറ്റ് ആൽക്കലൈനിറ്റി. HCO3- ബൈകാർബണേറ്റ് ആൽക്കലൈനിറ്റി, OH- കോസ്റ്റിക് ആൽക്കലൈനിറ്റി. അപ്പോൾ ഇത് 3 ഏറ്റവും കൂടുതൽ ആൽക്കലൈനിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉള്ള കേസുകൾ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു അല്ലാതെയും ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയർ കാർബൺ ഡയോക്സൈഡ് ഒക്കെ വെച്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഞാൻ നെക്സ്റ്റ് കേസിൽ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം കാർബൺ ഡയോക്സൈഡ് വിത്ത് വാട്ടർ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ H2CO3, ഇതെല്ലാം റിവേഴ്സിബിൾ ഇക്വേഷൻസ് ആണ്. സോ H2CO3 വീണ്ടും H++ HCO3- ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. HCO3 H++ CO3 ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെയും ഈ പറഞ്ഞ CO3 വീണ്ടും വാട്ടർ വെച്ച് ആഡ് ചെയ്യുമ്പോഴത്തേനും HCO3- OH-. അപ്പം ഈ HCO3- CO3 OH- ഞാൻ ബോക്സ് ഇട്ടേക്കുന്നത് ഇതൊക്കെ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കൂടുതലും ഈ പറഞ്ഞ ആൽക്കലൈനിറ്റിക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള കാരണങ്ങൾ. അപ്പം അതിൻ്റെ പേരുകളും അതിൻ്റെ ഒരു ടേംസും എന്താണ് ഡെഫിനേഷനും പുറത്തിരിക്കുക. CO3 HCO3- ആൻഡ് OH-. ഇതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലംസൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അത് ഗേറ്റ് ലെവലിലാണ് വരുന്നത്. നിങ്ങളുടെ സിലബസിൽ എൻ്റെ ന്യൂമറിക്കൽസ് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ രീതിയിൽ അത്രയും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക എന്തൊക്കെ കാരണമാണ് ആൽക്കലൈനിറ്റി ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു ഡെഫിനേഷൻ, പിന്നെ ഈ പറഞ്ഞ ടേംസ് ഓർത്തിരിക്കുക. ഇനിയിപ്പം ഫോർത്ത് ഒരു പോയിന്റാണ് ഹാർഡ്നെസ് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഡിഫൈൻഡ് ആസ് എ കോൺസെൻട്രേഷൻ ഓഫ് മൾട്ടിവാലന്റ് മെറ്റാലിക് കാറ്റയോൺസ് ഇൻ സൊല്യൂഷൻ. ഹാർഡ്നെസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്സും രണ്ടാമത്തെ പെർമനൻറ്റും. അതിൻ്റെ വേറെ ടേമാണ് കാർബണേറ്റ് ഹാർഡ്നെസ്, CH സഫിക്സ് ചെയ്തേക്കുന്നത്, നോൺ കാർബണേറ്റ് NCH. ഓക്കെ, അപ്പം ഈ ഹാർഡ്നെസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വാട്ടറിന് ലാദർ ഉണ്ടാകാൻ വേണ്ടി പറ്റത്തില്ല. അതായത് സോപ്പ് പതയത്തില്ല എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം വാട്ടർ ഹാർഡ് ആണെങ്കിൽ സോപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, സോപ്പ് പതയത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺസ് ആണ്. ഒന്ന് ഈ പറഞ്ഞ ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ റീസൺ ഡ്യൂ ടു പ്രസൻസ് ഓഫ് CO3 ആൻഡ് HCO3- ഓഫ് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റും ബൈകാർബണേറ്റിൻ്റെയും പ്രസൻസ് ആണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം. അത് ജസ്റ്റ് ഒന്ന് ബോയിലിങ് അല്ലെങ്കിൽ ലൈം അഡീഷൻ ചെയ്യുമ്പോഴത്തേനും അത് അത്യാവശ്യം ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസാണ് നോൺ കാർബണേറ്റ്. അതിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ്. ഇറ്റ് പ്രസൻസ് ഓഫ് സൾഫേറ്റ്സ്, ക്ലോറൈഡ്സ്, SO2- ആൻഡ് Cl-. ഓക്കെ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെത്തേഡ്സ് ബോയിലിംഗ് വരത്തില്ല. പകരം അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്, സീറൈറ്റ് പ്രോസസ്, ഡീമിനറലൈസേഷൻ, ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ വേണം. ഈ പറഞ്ഞ മെത്തേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ഈ മൊഡ്യൂൾ ഈ പറഞ്ഞ വിഷയം പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് അയൺ എക്സ്ചേഞ്ച്, സിയലൈറ്റ്, ഡീമിനറലൈസേഷൻ ഒക്കെയാണ്. ഫൈൻ. ഇനിയിപ്പം പെർമിസിബിൾ വാല്യൂ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 75-നും 200 ppm ഇടയ്ക്കാണ്. അതിനകത്ത് തന്നെ 75 താഴെയാണ് നമ്മൾ പറയും ഇറ്റ് ഈസ് സോഫ്റ്റ് വാട്ടർ. 75-നും 200-നും ഇടയ്ക്കാണെങ്കിൽ മോഡറേറ്റും
ഗ്രേറ്റർ ദാൻ 2200 ആണെങ്കിൽ ഹാർഡ് വാട്ടർ. ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഹാർഡ്നെസ്സിൻ്റെ പോയിന്റ്സ് ഇത്രയും ഓർക്കുക. ടോട്ടൽ ഹാർഡ്നെസ് ഈസ് ഡിഫൈൻഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് ബോത്ത് കാർബണേറ്റ് ആൻഡ് നോൺ കാർബണേറ്റ്. അത് ഒന്നി ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടേംസിൻ്റെയും എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ക്ലാസിഫിക്കേഷൻ. അടുത്ത 5ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സ്. ഒത്തിരി കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ പ്രസൻസ് കാരണം വീണ്ടും ഈ പറഞ്ഞ നമ്മുടെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് മാറാം. അപ്പം ഈ പറഞ്ഞ ഓരോ കെമിക്കൽ കോമ്പൗണ്ട്സും എത്ര വരെ ആകാൻ പറ്റുമെന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൻ്റെ വാല്യൂ കൂടെ നമുക്ക് പഠിക്കണം. ഓക്കെ, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഫസ്റ്റ് വൺ, അതിൻ്റെ ടേം ക്ലോറൈഡ് കണ്ടന്റ് ആണ്. ക്ലോറൈഡ് ഡിറൈവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നി മിനറലായിട്ട് നാച്ചുറലായിട്ട് വരാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇറിഗേഷൻ ഡിസ്ചാർജിൽ നിന്ന് വരാം, അതായത് നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ മോർസ് മെത്തേഡ് എന്നൊരു മെത്തേഡാണ്. ആ ക്ലോറൈഡ് കണ്ടന്റ് മാക്സിമം വരാൻ പറ്റുന്ന ലിമിറ്റ് ലെസ് ദാൻ 250 ppm, 250 പാർട്സ് പെർ മില്ലിന് താഴെയായിരിക്കണം അതിൻ്റെ പെർമിറ്റഡ് വാല്യൂ. ഇനിയിപ്പോൾ സൾഫേറ്റ്സ്, അത് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിൽ നിന്നാണ് വരുന്നത്. അത് നമുക്ക് ക്ഷീണം അല്ലെങ്കിൽ ഡയോറിയ അങ്ങനത്തെ കേസുകൾ സംഭവിക്കാൻ മനുഷ്യന് ചാൻസ് ഉണ്ട്. അതിൻ്റെ പെർമിസിബിൾ വാല്യൂവും 250 ppm താഴെയായിരിക്കണം. പിന്നെ വേറൊരു കെമിക്കൽ കോമ്പൗണ്ട് ലെഡ് ആൻഡ് ആർസനിക്. ഈ ലെഡ് ആൻഡ് ആർസനിക് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ടോക്സിൻ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ ലെഡും ആർസനിക്കും ബോഡിയിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് പെർമിസിബിൾ വാല്യൂ വാട്ടറിനകത്ത് തന്നെ ഇല്ലായിരിക്കണം. പിന്നെ അയൺ ആൻഡ് മാഗ്നീസ്, ഈ ടേംസ് ഈ ഒരു കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ കളറിൻ്റെ ഡിക്ലറേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കളർലെസ് ചെയിൻസ് ഒക്കെ. പെർമിസിബിൾ വാല്യൂ അയണിൻ്റെ ലെസ് ദാൻ 0.3 ppm, മാഗ്നീസ് 0.05 ppm. പിന്നെ കോപ്പർ ലങ്സും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ് വെള്ളത്തിലുണ്ടെങ്കിൽ. പെർമിസിബിൾ ലിമിറ്റ് 0.5 to 1.5 mg/L അല്ലെ ppm. അതാണ് കോപ്പറിൻ്റെ പെർമിസിബിൾ ലിമിറ്റ്. ഫ്ലൂറൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൂറൈഡ് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഈ പറഞ്ഞ പല്ലിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതാണ്. അതായത് അപ് ടു 1 mg/L ആണെങ്കിൽ ഡെന്റൽ ക്യാവിറ്റീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതിൽ കൂടുതലാണെങ്കിൽ 1.5 ppm കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ കളർ പോകും, ഡികളറൈസേഷൻ ഓഫ് ടീത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതിലും ഒത്തിരി കേസ് കോൺസെൻട്രേഷൻ കൂടുന്ന കേസാണെങ്കിൽ ബോൺ ഫ്ലൂറോസിസ് ഒരു കേസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പെർമിസിബിൾ ലിമിറ്റ് 1 to 1.5 ആണ് ഒരു പെർമിസിബിൾ ലിമിറ്റ്. പിന്നെ വേറെ സെറ്റ് വാട്ടറിനകത്തൊക്കെ കാണപ്പെടാൻ ചാൻസ് ഉള്ളത് ഡിസോൾവ്ഡ് ഗ്യാസസ്. ഇപ്പം CH4, മീഥെയിൻ, H2S, ഹൈഡ്രജൻ സൾഫൈഡും CO2 ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലത്തെ ഗ്യാസസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വാട്ടറിന് ഒന്നിൽ എക്സ്പ്ലോസീവ് ടെൻഡൻസി ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ H2S ആണെങ്കിൽ ടേസ്റ്റ് ആൻഡ് കളർ, ടേസ്റ്റ് ആൻഡ് ഓർഡർ, ബാഡ് ടേസ്റ്റ് ആൻഡ് ഓർഡർ. പിന്നെ CO2 വാട്ടർ ബിക്കംസ് കൊറോസീവ്. ഇതൊന്നും വെള്ളത്തിൽ കാണാൻ പാടില്ല. പെർമിസിബിൾ വാല്യൂ നിൽ. പിന്നെ ഇനിയിപ്പോൾ ഉള്ളൊരു കേസാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വരുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 2 തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കണക്കൊക്കെ ഉണ്ട്. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ അളവ് ഇതിൻ്റെ പെർമിസിബിൾ വാല്യൂ 5 തൊട്ട് 10 ppm ആയിരിക്കണം. BOD എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം BOD, ബയോളജിക്കൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഒരു ഓർഗാനിക് മാറ്ററിനെ മൊത്തത്തിൽ ഡിക്കമ്പോസ് ചെയ്യാൻ വേണ്ടിയ ഓക്സിജൻ്റെ ഡിമാൻഡ്. അതിനകത്ത് അൺപൊൾഡ് വാട്ടർ ഷുഡ് ഹാവ് BOD ലെസ് ദാൻ 5 ppm, അതിലും താഴെ ആയിരിക്കണം അതിൻ്റെ വാല്യൂ. ലാസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് നൈട്രജൻ റിലേറ്റഡ് കോമ്പൗണ്ട്സ്. നൈട്രജൻ കോമ്പൗണ്ട്സ് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഫ്രീ അമോണിയ, ഓർഗാനിക് അമോണിയ, നൈട്രൈറ്റ് ആൻഡ് നൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻറ്റ് കേസസ് ഓഫ് വാട്ടറിൻ്റെ പൊല്യൂഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ പെർമിസിബിൾ വാല്യൂസ് ഒന്ന് ലെസ് ദാൻ 0.15, ഓർഗാനിക് ആണെങ്കിൽ ലെസ് ദാൻ 0.3, നൈട്രൈറ്റ് പെർമിസിബിൾ വാല്യൂ നില്ലായിരിക്കണം, നൈട്രേറ്റ് ആണെങ്കിൽ ലെസ് ദാൻ 45 ആയിരിക്കണം. ഇത്രയാണ്. അപ്പം ഈ ഓരോ നൈട്രജൻ കോമ്പൗണ്ട്സും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് നമ്മുടെ പൊല്യൂഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കെമിക്കൽ പാരാമീറ്റേഴ്സിനകത്ത് വരുന്നത്. ഫിസിക്കലിനകത്ത് കുറേ പറഞ്ഞു, കെമിക്കലിനകത്ത് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഐറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 5 തന്നെ ഡിഫറെൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ഇത് യൂഷ്വലി ചോദിക്കുന്നത് ലിസ്റ്റ് ഔട്ട് 5 or 6 or 7 കെമിക്കൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം എടുക്കുക. കെമിക്കൽ പാരാമീറ്റേഴ്സ് എഴുതുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഓരോന്നിൻ്റെയും പെർമിസിബിൾ വാല്യൂവിൻ്റെയാണ് നമുക്ക് അറിയേണ്ടത്. ആ വാല്യൂ റേഞ്ച് നമുക്ക് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പേര് മാത്രം എഴുതിയിട്ട് പെർമിസിബിൾ വാല്യൂസ് മാത്രം ഒന്ന് സൈഡ് എഴുതിയാൽ നമുക്ക് അതൊന്ന് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ പെർമിസിബിൾ വാല്യൂ റേഞ്ച് ഒന്ന് കാണാൻ പഠിക്കുക. എല്ലാത്തിനും അത്യാവശ്യം പെർമിസിബിൾ റേഞ്ച് എഴുതി വെച്ചിട്ടുണ്ട്, ആ രീതി പഠിക്കുക. പിന്നെ കെമിക്കൽ കോമ്പൗണ്ട്സ് ആകുമ്പോഴത്തേനും ഒരു 7-8 കെമിക്കൽ കോമ്പൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. സോ J വരെ പോയി. സോ അത്രയും കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്.
ബാക്കിയെല്ലാം സിംഗിൾ ടേംസ് ആണ്. അപ്പം ഒരു ഓൾമോസ്റ്റ് ഒരു കെമിക്കലിൻ്റെ മൊത്തം പാരാമീറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി നമുക്ക്